ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് പുണ്യമടഞ്ഞ് ഭക്തലക്ഷങ്ങൾ. രാവിലെ 10:15 തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് ദീപം പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ഉച്ചപൂജയ്ക്ക് ശേഷം 1:15 പൊങ്കാല നിവേദിച്ച് സായുജ്യമണഞ്ഞ് ഭക്തർ മടങ്ങി. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തി പൊങ്കാലയ്ക്കായി തയ്യാറെടുത്തവർ ഏറെ. ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാലക്കലങ്ങൾ നിരന്നത്. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 10:15 തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്ര മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്രത്തിനകത്തുള്ള പണ്ടാര അടുപ്പിലേക്ക് പകർന്നു. തുടർന്ന് വലിയ തിടപ്പള്ളിയിൽ ദീപം തെളിയിച്ച ശേഷം ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് നഗര ചുറ്റളവിലുള്ള ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് ഒരേ സമയം തീ പകർന്നു. മന്ത്രജപത്താൽ ഭക്തിസാന്ദ്രമായി നഗരം. കിഴക്കേക്കോട്ട തമ്പാനൂർ സ്റ്റാച്യു പാളയം തുടങ്ങി നഗരത്തിന്റെ ഹൃദയഭാഗം മുഴുവൻ പൊങ്കാലക്കലങ്ങൾ കീഴടക്കി. ഉച്ചപൂജയ്ക്ക് ശേഷം 1:15 ദേവിക്ക് പൊങ്കാല നിവേദിച്ചു. മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ കീഴ്ശാന്തി പണ്ടാര അടുപ്പിലും തുടർന്ന് നിയോഗിക്കപ്പെട്ട ശാന്തിമാർ നഗര പരിസരത്ത് എല്ലാ പൊങ്കാലക്കലങ്ങളിലും പുണ്യാഹം തളിച്ചു. അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയിട്ട് ഭക്തലക്ഷങ്ങൾ സായുജ്യമടഞ്ഞു. നോമ്പ് നോറ്റുള്ള 1 വർഷത്തെ കാത്തിരിപ്പ് സഫലമായതിന്റെ നിർവൃതിയിൽ ഭക്തലക്ഷങ്ങൾ മടങ്ങി. ആത്മസമർപ്പണം പൂർത്തിയാക്കി ഭക്തർ മടങ്ങുകയാണ്. അടുത്ത വർഷവും വരാനാകണേ എന്ന പ്രാർത്ഥനയോടെ. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തു നിന്നും ടീം അമൃത ന്യൂസ്.